സാറിന് അദ്ദേഹത്തിന് സാങ്കേതികമായിട്ട് ചില കാര്യങ്ങൾ ഔദ്യോഗിക കാര്യങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് എത്താൻ വൈകും എന്ന് പറഞ്ഞു. അദ്ദേഹം എത്തുന്നതായിരിക്കും. ആദ്യമായിട്ട് ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് നമ്മുടെ എറണാകുളത്തിൻ്റെ ആദരണീയ MP, കലാലയ കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ കോളേജിൽ പഠിച്ചിട്ടുള്ള ആ കാലം തൊട്ടേ ഒരു സൗഹൃദവും ബന്ധവും ഒക്കെയുള്ള പ്രിയ സുഹൃത്തു കൂടിയായ ഹൈബി ഈഡനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഹൈബി ഈഡൻ. നമ്മുടെ ഈ ഒരു പ്രദേശത്തിൻ്റെ കൗൺസിലർ, നമ്മളെ ഇവിടുത്തെ ഒരു ആവശ്യങ്ങൾക്ക് എപ്പോഴും ഒരു പക്ഷേ ഹൈബിയോ അല്ലെങ്കിൽ നമ്മുടെ എറണാകുളത്തിൻ്റെ MLA ഒന്നുമല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും ജനങ്ങളോടെടുത്ത് പെരുമാറുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ രതീഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ രതീഷ് കുറച്ച് ഒരു DJ ഒക്കെ ഇട്ട് കൊടുക്കുന്ന പുള്ളി വരുമ്പോൾ ഒരു മ്യൂസിക്കൊക്കെ കിടക്കും ഒരുപോലെ. നമസ്കാരം. കേക്ക് റീൽസ് ബൈ ഫാരൻഹീറ്റ് 375 ഡിഗ്രി ഒരു പുതിയ സംരംഭമാണ് പിഷാരടിയെ സംബന്ധിച്ച്. പിഷാരടി തൊട്ടതെല്ലാം പൊന്നാക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കലാലയ കാലഘട്ടം മുതൽ അദ്ദേഹം DB കോളേജിലാണ് പഠിച്ചതെങ്കിലും പലപ്പോഴും ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ മലയാളത്തിലെ പ്രേക്ഷകർ അദ്ദേഹത്തെ ഹൃദയത്തിലും അവരവരുടെ വീടുകളിലേക്കും സ്വീകരിച്ചിട്ടുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹം പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ രാഷ്ട്രീയമല്ല, അതിനെല്ലാം അതീതമായി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മ. അദ്ദേഹത്തിൻ്റെ വേഴ്സറ്റൈലിറ്റി മലയാളികൾക്ക് മുമ്പിൽ വർഷങ്ങളായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് ഷോകളിലൂടെ, അദ്ദേഹത്തിൻ്റെ TV പ്രോഗ്രാമുകളിലൂടെ, അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ, അദ്ദേഹത്തിൻ്റെ പുതിയ സംവിധാന മികവിലൂടെയെല്ലാം നമ്മൾ ആ കലാകാരനെ ആസ്വദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ സംരംഭം, സാധാരണ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയൊക്കെ തുടങ്ങുന്ന ആളുകൾ പറയുന്നത് പൊറോട്ട അടിക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. കാരണം എപ്പോഴാണ് ജോലിക്കാർ ബീഹാറിലേക്കോ ബംഗാളിലേക്കോ പോകുന്നത് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കേക്കൊക്കെ ഉണ്ടാക്കാൻ നന്നായി പഠിക്കണം. മൊയ്തീനുണ്ട്. മൊയ്തീനെൻ്റെ ഞാൻ ചെറിയ പ്രായത്തിലുള്ളപ്പോൾ മുതലുള്ള എൻ്റെ അയൽവാസിയാണ്. ഫാരൻഹീറ്റിന് നേതൃത്വം കൊടുക്കുന്ന മൊയ്തീനാണ്. അവരുടെ ഒരു കോമ്പിനേഷൻ എല്ലാ കോമ്പിനേഷനുകളും പോലെ തന്നെ സക്സസ്ഫുൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു.
ബഹുമാനപ്പെട്ട MP ശ്രീ ഹൈബീഡ്, ഇതിന് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ രമേശ് പിഷാരടി, കഴിഞ്ഞ ഒരു പരിപാടിയിൽ പരിചയപ്പെട്ട, ഇപ്പോൾ സുഹൃത്തെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു പരിചയക്കാരനായ ശ്രീ ടിനി ടോം തുടങ്ങി വളരെ പരിചിതമായ, ഞങ്ങൾക്ക് വളരെ സാധാരണക്കാരനായ എനിക്ക് വളരെ പരിചിതനായിട്ടുള്ള നിരവധി ആളുകൾ, എല്ലാവരും എൻ്റെ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സ്വാഭാവികമായും ഞാൻ ആദ്യമായാണ് ഇദ്ദേഹത്തെ കാണുന്നത്. വെർസറ്റൈൽ എന്ന് പറയുന്ന വാക്കിന് പല തരത്തിൽ പല ഇടങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാചകമാണെങ്കിലും ഇത്ര തന്മയത്തോടു കൂടി കാര്യങ്ങൾ, ഞാനവിടെ നിന്ന് പയ്യൻ നടന്നു വന്നൊരു മനുഷ്യനാണ്. ഞാനവിടെ വന്നപ്പോൾ ഒന്ന് തെന്നി, ഇങ്ങനെ എന്നെ വരെ ഒരു മിനിറ്റ് കൊണ്ട് വാരുക. എപ്പോഴാണ് നമ്മൾ ഇവരോടൊക്കെ നിന്ന് അടുത്തുനിന്ന് സംസാരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഭയപ്പെട്ട് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഏത് സമയത്തും എപ്പോഴും വളരെ ഡൈനാമിക്കായിട്ട്, വളരെ പ്ലസൻ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ നിരവധി ആളെ, ഒരാളല്ല, എനിക്കിപ്പോൾ നേരിട്ടറിയാവുന്ന രണ്ടുപേരെ ഞാൻ നേരിട്ട് കാണുന്നു. ഇന്നതേ ഓപ്പോസിറ്റ് നിൽക്കുന്ന മമ്മൂട്ടിയുടെ പ്രതിരൂപം പോലെ നിൽക്കുന്ന ടിനി, അതുപോലെ തന്നെ ഇദ്ദേഹം, അങ്ങനെ നിരവധി വരുന്ന ആളുകൾ. വളരെ സന്തോഷപൂർവ്വം ഈ വേദി പങ്കിടാൻ കഴിഞ്ഞു. ഈ പ്രസ്ഥാനത്തിന് ഇനി എന്നാൽ കഴിയുന്ന ചെറിയ സഹായങ്ങൾ, ഇപ്പോൾ MPക്കോ MLAക്കോ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും ഒരു കൗൺസിലർക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു കൗൺസിലർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും MPക്കോ MLAക്കോ ചെയ്യാൻ കഴിയും. അപ്പോൾ ആ നിലയിൽ എല്ലാ സഹകരണങ്ങളും ഉണ്ടാവും. അപ്പോൾ ഭാവിയിൽ വലിയ പ്രസ്ഥാനമായി ഇത് വളരട്ടെ എന്ന് ആശംസയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി. ഈ വ്യവസായ മേഖല കലാകാരന്മാര് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഗുരുതുല്യനായിട്ടുള്ള KS പ്രസാദേട്ടൻ, സാജൻ പടുരുത്തി ചേട്ടൻ, ടിനി ടോം, ഒപ്പം വിധു പ്രതാപ്, ജോത്സന, ദീപ്തി വിധു പ്രതാപ്, ശാന്തി, ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ വേദിയിലേക്ക് എത്തുന്നുണ്ട്. അതിനൊപ്പം അവരുടെ ഒരു കുഞ്ഞ് ചടങ്ങ് ഈ വേദിയിൽ ഇനി നടക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് 3-4 സംരംഭകര് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ കൂടെ ക്ഷണം സ്വീകരിച്ചെത്തിയവരെ ഞാനൊന്ന് വേദിയിലേക്ക് വിളിക്കുകയാണ്. അതിലൊന്ന് സിനേഷാണ്. സിനേഷ് HP കമ്പ്യൂട്ടേഴ്സിൻ്റെ സൗത്ത് ഇന്ത്യ ഹെഡായിട്ടുള്ള ആളാണ്. ഫയാസ് മൊബൈൽ കിങ് എന്ന് പറയുന്ന പ്രസ്ഥാനം നടത്തുന്ന ആളാണ്. മനാഫ് ഫ്രൂട്ട് ബേ എന്ന് പറയുന്ന പ്രസ്ഥാനം നടത്തുന്നു. സ്വരാജ് ലുലു ഗ്രൂപ്പിൻ്റെ വളരെ എല്ലാമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. നിഹാദ് സൗദി അറേബ്യയിൽ ഉള്ളി ബിസിനസ് നടത്തുന്ന മനുഷ്യനാണ്. ഇവിടെ 5 ഹോട്ടലും കൂടെ ഉണ്ട് പുള്ളിക്ക്. നിഹാദിനെയും കൂടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരുപാട് പേര് ചോദിച്ചു, നിങ്ങളുടെ ഒരു പ്രസ്ഥാനമാകുമ്പോൾ ധർമ്മജൻ ഇവിടെ എത്തിയിട്ടില്ലേ എന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത് അതാണ്. ധർമ്മജൻ ആ ചോട്ടാ ഭീമിന്റെ വേഷം കെട്ടി അതിനകത്ത് നിൽക്കുന്നത് ധർമ്മജനാണ്. അത് അവനവിടെ കുറച്ചു നേരം കളിക്കട്ടെ എന്ന് ഞാൻ വെച്ചിരിക്കുകയാണ്. ഓരോ വാക്കിൽ ആശംസ പറയുന്നതിന് മൈക്ക് സിനേഷ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പിഷാരടിയെ കുറിച്ച് കുറേ അറിയാം. TV സംവിധായകൻ മെസ്സേജ് കുറേ. പക്ഷേ നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റുന്ന പിഷാരടി എനിക്കറിയാം. മാർക്കറ്റിംഗ്. ഞാനും മാർക്കറ്റിങ്ങിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിങ്ങിൽ സ്പെൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയുടെ സൗത്ത് ഇന്ത്യൻ ഹെഡാണ് ഞാൻ. പിഷാരടിയെ പോലെ മാർക്കറ്റിങ്ങിൽ തലയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്നെ പിഷാരടിനെ വിളിച്ചെന്താ അറിയാമോ? ഞങ്ങൾ കുറേ HP വേൾഡുണ്ട് കേരളത്തിൽ. എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് അവരവരാണ്, ഇനി HP വേൾഡ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കേക്ക് വേണ്ടി, കേക്ക് ഞാൻ തരാം. അതാണ് പുള്ളിയുടെ ഫസ്റ്റ് മാർക്കറ്റിംഗ് ടാക്ടിക്സ്. അവിടെ മുതൽ തന്നെ പുള്ളി തുടങ്ങിയിട്ടുണ്ട്. മുമ്പയുടെ ഒരു മെയിൻ കസ്റ്റമറാണ്. മാത്രമല്ല നിന്റെ കടയുടെ പേര് പറയാനല്ല വന്നത്, എൻ്റെ കടയെ പറ്റി പറയാം. പറഞ്ഞു തുടങ്ങണല്ലേ ഉള്ളൂ. അപ്പോൾ ജ്യൂസ് ആണ് നമ്മൾ കൊടുക്കുന്നത്, കേക്ക് അറിയില്ല. അപ്പോൾ കേക്ക് കഴിഞ്ഞ് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കേക്ക് തുടങ്ങിയാൽ ഞാൻ ജ്യൂസ് കൊടുക്കും. നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാം. തൃപ്പൂണിത്തറയിൽ ഫ്രൂട്ടിന് തുടങ്ങണം എന്ന് പറഞ്ഞ ആളാണ്. തൃപ്പൂണിത്തറയിൽ നമുക്ക് ഇത് തുടങ്ങണം. നമുക്ക് എൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങൾ, പുള്ളി പിഷാരടി ചേട്ടനൊക്കെ നമ്മൾ കട തുടങ്ങി മുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എല്ലാവിധ സഹായങ്ങളും നമ്മൾ തിരിച്ചും അങ്ങോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. സ്നേഹം നിറഞ്ഞ വിശിഷ്ട അതിഥികളെ, പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട ശ്രീ രമേഷ് തുടങ്ങുന്ന ഈ സംരംഭത്തിന് ആദ്യമായി എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നല്ല നല്ല സൗഹൃദങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് രമേഷ് പിഷാരടി. രമേഷ് പിഷാരടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്
ശ്രീ ധർമ്മജൻ ബോൾഗാട്ടി ഇതിനകം അദ്ദേഹത്തിൻ്റെ സംരംഭം വളരെയധികം വിജയിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രമേശ് പിഷാരടി ഈ സംരംഭം അവർ തമ്മിലൊരു മത്സരമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മേഖല വേറൊരു മേഖല, ഇദ്ദേഹത്തിൻ്റെ മേഖല ബേക്കറി ബിസിനസ്. എന്തായാലും അഭിനയത്തിനോടൊപ്പം ബിസിനസ്സും വളരെ വിജയപ്രദമായി നടത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം ആദ്യമായി ഒരു 5 പേര് വേദിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പരിപാടികൾ അവതരിപ്പിച്ചാൽ മിമിക്രിസ് പരേഡ് എന്ന് പറയുന്ന ഒരു കല അവതരിപ്പിക്കാമെന്നും അതിലൂടെ നമുക്കൊക്കെ ജീവിക്കാമെന്നും ഒക്കെ കാണിച്ചു തന്ന ആദ്യമായി നിരന്നു നിന്ന 5 പേരോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ സ്റ്റേജ് പരിപാടികളിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഒരാളാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ KS പ്രസാദേട്ടനെ വേദിയിലേക്ക്. ശ്രീ സാജൻ പള്ളുരുത്തി ഒരുപാട് വേദികളിലൂടെ നമുക്ക് പറയപ്പെട്ട സാജൻ ചേട്ടനെ ഞാൻ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ടിനി ടോം, വലിയ മുഖങ്ങളുടെയും മുഖവരുടെയും ആവശ്യമില്ല, അദ്ദേഹത്തെ ഞാൻ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ ഈ ഹാസ്യ മേഖലയിൽ നാലുണ്ടെങ്കിലും പ്രദീപുണ്ട്, കിഷോറുണ്ട്, അവരൊക്കെ പാട്ടുകാരുടെ സെക്ഷനാണ്. ഈ കൂട്ടത്തിൽ തന്നെ ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകളുടെ പ്രൊഡക്ഷൻ കൺട്രോളറായിരിക്കുന്ന, പ്രൊഡ്യൂസറായിരിക്കുന്ന മാറ്റിനി എന്ന പ്രസ്ഥാനത്തിൻ്റെ സംഘാടകരിൽ ഒരാൾ കൂടിയായിട്ടുള്ള ബാദുകെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാദുഷയുടെ പാർട്ണർ ഉണ്ടായിരുന്നല്ലോ, പുള്ളി ബിസിനസ്സാണ്, ഇപ്പോഴും വരും. വളരെ സന്തോഷമുണ്ട്. നമുക്ക് ചിരിയുടെ മധുരം വിളമ്പുന്ന പിഷാരടി ഇനി കേക്കിൻ്റെ മധുരവും കൂടി നൽകുകയാണ്. ഇപ്പോൾ പിഷാരടിയുടെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. ഇത് തന്നെ എനിക്ക് പറയാനുള്ളത്. കേക്ക് റീൽസിൽ നിന്നും അല്പം കേക്ക് ഞാൻ കഴിച്ചു, അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പിഷാരടിയെ പോലെ തന്നെ കേക്ക് റീൽസും ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നമുക്ക് പരിചയമുള്ള, നിങ്ങൾക്ക് പരിചയമുള്ള, എനിക്ക് പരിചയമുള്ള രമേശ് പിഷാരടിയുടെ അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഈ കൂട്ടായ്മ മധുരത്തിൻ്റെ പരിപാടിയാണ്. വാക്കുകൾക്ക് മധുരമുണ്ടാവണം, കേൾക്കുന്നവർക്കൊരു മധുരം തോന്നണം, നമുക്ക് തിരിച്ചും ഒരു മധുരമുണ്ടാകണം. അങ്ങനെ മധുരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയാണ്. മധുരമില്ലാത്ത ഒരു വീടുകളുമില്ല, മധുരതരമാകണം എന്നാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സംരംഭം തുടക്കം, തുടർച്ച, അങ്ങനെയുള്ള യാത്രയെല്ലാം ഗംഭീരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നൽകുന്നു. സ്നേഹപൂർവ്വം. പിഷാരടി സംരംഭകരെയാണ് ആദ്യം വിളിച്ചത്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, പിഷാരടി ഒരു ബൂർഷയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിഷാരടി ബൂർഷയാകുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് സമരം ചെയ്യാൻ സാധിക്കും. അല്ല, വളരെ നീ സംരംഭകരെയാണല്ലോ വിളിച്ചത്, അപ്പൊ നീ ബൂർഷയിൽപ്പെടുന്ന ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഇതിൽ സിനിമയുണ്ട്, കേക്കുണ്ട്. ഈ റീൽസ് എന്നുള്ളത് അതിൻ്റെ കൂടെ ചേർത്തത് മീൻകട തുടങ്ങിയ ഒരു ബൂർഷ ഇടപാട് തീർന്ന് ചോട്ടാഭീമന്റെ വേഷം കെട്ടി അതിനകത്തൂടെ നടപ്പുണ്ട് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. താങ്ക് യു ടിനി ചേട്ടാ, താങ്ക് യു വെരി മച്ച്. പ്രസ്ഥാനത്തിലേക്ക് വെറുതെ ഇരുന്ന് തന്നെ കൊണ്ടുവന്ന് ചേർത്തത് എൻ്റെ അയൽവക്കക്കാരനായിട്ടുള്ള പ്രവീണാണ്. പുള്ളി ബാങ്ക് മാനേജറാണ്. അപ്പോൾ പ്രവീൺ ഒന്ന് സ്റ്റേജിലോട്ട് ജസ്റ്റ് വരാൻ വന്ന വെറുതെ വരൂ. പുള്ളിയാണ് മൊയ്തീനിക്ക, എൻ്റെ പാർട്ണർ. അദ്ദേഹം അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു, കൃത്യം പുള്ളി സ്റ്റേജിൽ കയറ്റരുതെന്ന് പറഞ്ഞായിരുന്നു. ഒറ്റ വലി സംസാരിച്ച അടുത്ത പരിപാടിയിലോട്ട് കിടക്കും. ഈ ഒരു പുതിയ സംരംഭത്തിന് എല്ലാ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഇനി പാട്ടുകാരുടെ ഒരു വലിയ നിരയാണ് വേദിയിലുണ്ട്. നിങ്ങൾ കൂടെ ഇവിടെ നിൽക്കാം, നമുക്ക് സ്ഥലത്തേക്ക് നിൽക്കാം. ഇവിടെ വന്നവർക്ക് കേക്ക് കൊടുക്കില്ലേ? ഉണ്ടാവും. പ്രവൃത്തിയിലാണ് കാര്യം, പ്രസംഗിച്ചിട്ട് കാര്യമില്ല, അതൊക്കെ നടക്കും. അല്ല, അപ്പൊ അവർക്ക് കേക്ക് കൊടുക്കാം, എന്നിട്ട് അവർ സംസാരിക്കും. അത് നടന്നോളൂന്ന്, കാര്യം നടന്നോളൂ, പരിപാടി നടക്കട്ടെ. അപ്പോൾ നിങ്ങൾ കട കൂട്ടിക്കാൻ വന്നതാണോ അതോ നല്ലത് പറയാൻ വേണ്ട? നിങ്ങളുടെ ഉദ്ദേശം എന്താ? അല്ല, ആൾക്കാരോട് വെയിറ്റ് ചെയ്ത് നിൽക്കണത് കേക്ക് തിരിച്ചേട്ടന് വർത്താനം കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ഞാൻ കേക്ക് അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, പണി നടന്നോളൂ, ഇപ്പൊ മുറിക്കും. അപ്പോ ഇനി ഇന്നലെ ഒരുപാട് പേർക്കറിയാം, കലാമേഖലയിൽ ഇതൊക്കെ ഒരു സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മായിക എന്ന പേരിൽ ഒരു വീഡിയോ ആൽബം ഒറിജിനൽസ് ഇറങ്ങിയിരുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ ഏതാണ്ട് 24 മണിക്കൂർ ആയിട്ടില്ല, ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് അത് കണ്ടിട്ടുണ്ട്. മായിക എന്ന് പറയുന്ന ആൽബം. അപ്പോൾ അതിൻ്റെ ഒരു വിജയാഘോഷം, അതിൻ്റെ ഒരു സന്തോഷം കൂടി നമ്മൾ ഈ വേദിയിൽ ഇന്ന് പങ്കുവയ്ക്കുകയാണ്. അതിൻ്റെ ടീമിനെ ഞാൻ വിധു പ്രതാപ്, ജോത്സന, ദീപ്തി വിധു പ്രതാപ്,
ശാന്തി അതിൽ അഭിനയിച്ചിട്ടില്ല എങ്കിലും ശാന്തി ദൃശ്യം, ഗാനഗന്ധർവൻ തുടങ്ങിയ സിനിമകളിലൊക്കെ വക്കീലായിട്ട് വേഷം ചെയ്യുന്ന ഒറിജിനലായിട്ടുള്ളൊരു ഹൈക്കോർട്ട് വക്കീൽ തന്നെയാണ്. ശാന്തിയെ ഞാൻ വിളിക്കുകയാണ്. ഗായകരായിട്ടുള്ള പ്രദീപ് ബാബു, കിഷോർ വർമ്മ തുടങ്ങിയവരും കൂടെ ഈ പാട്ടുകാരുടെ പരിപാടിയിൽ ചേരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അവരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തിരക്കഥാകൃത്തായിട്ടുള്ള എൻ്റെ അടുത്ത ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തുകളിൽ ഒരാളായിട്ടുള്ള ശ്രീ സുനീഷ് വാരനാടിനെ രണ്ടു വാക്ക് പറയുന്നതിന് ക്ഷണിക്കുന്നു. ശ്രീ സുനീഷ് വാരനാട്. അപ്പം ആദ്യ ചിത്രത്തിൻ്റെ രചനയിലൊപ്പം നിന്ന ഹരി പി നായരെ കൂടി ഞാൻ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിഷാരടിയുടെ എല്ലാ സംരംഭങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന സുഹൃത്ത് എന്ന നിലയിൽ ഈ നാടിൻ്റെ മധുരം വിളമ്പാൻ ഒരുപാട് മധുരം നിറഞ്ഞ തമാശകൾ പറയുന്ന പ്രിയ സഹോദരൻ്റെ പുതിയ സംരംഭത്തിന് കേരളത്തിന് മുഴുവൻ നല്ല മധുരം വിളമ്പാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. രമേശ് പിഷാരടി സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒക്കെ നല്ല മധുരം സമ്മാനിക്കുന്ന നല്ല വ്യക്തിയാണ്, കൂട്ടുകാരനാണ്. പുതിയ സംരംഭത്തിന് എല്ലാ ആശംസകളും. ഒപ്പം ഈ കേക്കിന് ഇപ്പോൾ ആരെങ്കിലും ഓർഡർ ഇതുവരെ തന്നിട്ടുണ്ടെന്ന് അറിയില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ട് കേക്കിന് ഒരു 5 കിലോ കേക്ക് ഓർഡർ ചെയ്യാണ്. കാരണം ഇന്ത്യൻ ജൂലൈ കൃത്യം ഒരു മാസം അപ്പുറം ഓഗസ്റ്റ് 15-ന് ഇന്ത്യയുടെ 75ാമത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷം നടക്കുമ്പോൾ ഞാൻ പഠിച്ച സ്കൂളിലെ കുട്ടികൾക്ക് ഓരോ പീസ് കേക്ക് മുറിച്ചു കൊടുക്കാൻ ഒരു 5 കിലോ കേക്ക് ഞാൻ ഓർഡർ ചെയ്യും. താങ്ക് യു. കണ്ടുപഠിക്കട്ടെ ഇനി ചേട്ടാ, കണ്ടുപഠിക്ക്. 5 കിലോ കേക്ക് മൈക്കിലൂടെ ഓർഡർ തന്നു. സ്വാതന്ത്ര്യ ദിനത്തിന് മുറിച്ച് പിള്ളേർക്ക് കൊടുക്കാൻ. അടുത്ത ക്രിസ്മസിന് നിന്റെ ഇവിടുന്നാണ് ഞാൻ എല്ലാ കേക്കും. ഞാനും ഇവനും കൂടിയാ. പിന്നെ ഇവനായിട്ട് ഇവന് കാശ് തരൂല പറയാം. സുഹൃത്തുക്കളെ, ധർമ്മജം മോൽകാട്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇവൻ ഇത്രയും കുറച്ച് വൈകുന്നത്. അല്ലെങ്കിൽ 9 മണിക്ക് എത്തേണ്ട ആളാണ്. ഇനി ഒരാളും കൂടെ, ഞാൻ പണ്ട് വാഴൂർ ജോസേട്ടൻ്റെ കൂടെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടപ്പം ഒരുപാട് പേര് പറഞ്ഞു ജോസേട്ടൻ്റെ മുഖം അറിയില്ല, പേര് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഒരാളാണ് അദ്ദേഹം. വേദിയിട്ട് വരുമോ വിളിച്ചാന്ന് എനിക്കറിയത്തില്ല. നമ്മൾ മമ്മൂക്കയുടെ പേര് എവിടെ കണ്ടാലും പലപ്പോഴും മമ്മൂക്കയുടെ പേരുകൾ സിനിമ ടൈറ്റിലൊക്കെ വരുമ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ ജോർജ് എന്നും പറഞ്ഞ് എഴുതി വെക്കാറുണ്ട്. മമ്മൂക്കയുടെ സന്തത സഹചാരിയാണ്. ജോർജ് ഏട്ടനെ ഞാനൊന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ല കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മുടെ ജോർജ് ഏട്ടൻ. ആ മ്യൂസിക് ഇട്ടാറുടെ ഓൾ ദ ബെസ്റ്റ് കേട്ടില്ല, ഒന്നുകൂടെ. അവനെ ധർമ്മന്റെ കൂട്ടുകാരനാണ്. ഇനി 2 വാക്ക് ധർമ്മജൻ സംസാരിക്കും. കുറേ ചടങ്ങുകൾ കഴിഞ്ഞു. 6:30 തന്നെ ഉദ്ഘാടനം കഴിഞ്ഞു. 7:15. ഞാൻ വളരെ കൃത്യസമയത്ത് വന്നോന്ന് വിചാരിച്ചിറങ്ങിയതാണ്. വരാപ്പുഴ പാലത്തിലൊരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ബ്ലോക്കായിട്ട്. വരാപ്പുഴ പാലം വഴി ഞാൻ വന്നു. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഐറ്റം പറഞ്ഞിരിക്കേണ്ട ബ്ലോക്ക് ആണെന്ന് വളരെ പുതിയൊരു ഐറ്റം കിട്ടി. കറക്റ്റായിട്ട് പറഞ്ഞതാ, ഉള്ള സത്യം പറഞ്ഞതാ. അങ്ങനെ വൈകിപ്പോയതാണ്. അല്ലാണ്ട് ഞാൻ നേരത്തെ തന്നെ എനിക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. വെറുതെ കിട്ടി ഇരിക്കുകയാണ്. DJ ഉറങ്ങിട്ടോ? എനിക്ക് കേൾക്കണില്ല വർത്താനം പറഞ്ഞ. വെറുതെ വീട്ടിലിരിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് വരാൻ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ പുതിയ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അത് നന്നാകട്ടെ. നന്നായി വരാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. അതുകൊണ്ട് നന്നായി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാം നന്നായി വരട്ടെ. ഇനി നമ്മുടെ മായിക എന്ന ആൽബത്തിന്റെ ഒരു ചെറിയ വിജയാഘോഷമാണ് നമ്മളിവിടെ നടക്കാൻ പോകുന്നത്. ഇത് കുടുംബശ്രീക്കാര് പുല്ല് വെട്ടണ കത്തിയാണല്ലോ. ആ മൊയ്തീനിക്ക ഇവിടെ കാരുണ്ടോ? ഒന്ന് കയറുക. ഇതാണ് നമ്മുടെ ഫാരൻ ഹീറ്റ് ഹോട്ടലിന്റെ ഓണറും എല്ലാമായിട്ടുള്ള മൊയ്തീനിക്ക, നമ്മുടെ പാർട്ണർ. പുള്ളിക്കൊരു കൈയ്യടി കൊടുത്തത് കേട്ടോ. പുള്ളി എന്നെ വിളിക്കരുത്, സ്റ്റേജിൽ കയറൂല എന്നൊക്കെ പറഞ്ഞതാണ് വിളിച്ചു കയറ്റിയതാണ്. അപ്പൊ നിങ്ങളുടെ മായികയെ പറ്റി 2 വാക്ക്. വിധു പ്രതാപ് സംസാരിച്ചു തുടങ്ങി. നമുക്ക് സംസാരിച്ചിട്ട് മുറിക്കാം. എല്ലാവിധ ആശംസകളും വിഷുവിന് നേരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് വിഷുവിനുള്ളത്. അപ്പോൾ ഇതും ഗംഭീര വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. വിഷു എന്ത് പറഞ്ഞാലും ട്രോളും ഉറപ്പുള്ളത് കൊണ്ട് ഓൾ ദ ബെസ്റ്റ് വിഷു എന്ന് പറഞ്ഞ് ഞാൻ ചുരുക്കാണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇതിന് ഭയങ്കര മീൻസ് എ ലോട്ട്. താങ്ക് യു.
നമ്മുടെ ഇടയിൽ ഫോർമാലിറ്റി ഒന്നും ഇല്ലല്ലോ. ഇല്ല ഇല്ല, ഞാൻ താങ്ക് യു പറയേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട. എന്നാലും താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. കേക്ക് റീൽസ് നല്ല അടിപൊളിയാവട്ടെ. നല്ല ഭംഗിയുള്ള കേക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. ഇത്രയും കാര്യമായിട്ട് ഇങ്ങനെ മായികയുടെ പ്രിൻ്റൊക്കെ ചെയ്തിട്ടുള്ള കേക്കൊക്കെ ഉണ്ടാക്കിയതിന് കേക്ക് റീലിലെ എല്ലാവർക്കും, ഇത് ആരാ ബേക്ക് ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് വലിയ വലിയ താങ്ക്സ് ഉണ്ട്. അപ്പം എന്തായാലും മായിക ഞങ്ങളുടെ പുതിയ മ്യൂസിക് വീഡിയോ ആണ്. കുറച്ച് പ്രൊമോട്ട് ചെയ്തോട്ടെ, കുഴപ്പമില്ലല്ലോ. ഞങ്ങളുടെ പുതിയ മ്യൂസിക് വീഡിയോ ആണ്. ഞാനും ദീപ്തിയാണ് അതിലുള്ളത്. അതിൻ്റെ കൊറിയോഗ്രാഫറാണ് അബാദ്. വളരെ മികച്ച പരിപാടിയായിരുന്നു. ഇന്നലെയാണ് മായിക റിലീസ് ചെയ്തത്. അപ്പോൾ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ട്. എല്ലാവരും യൂട്യൂബിലൊക്കെ പോയിട്ട് വീഡിയോ കാണണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. താങ്ക് യു മായിക, ഇതിൻ്റെ ഭാഗമാക്കിയതിൽ താങ്ക് യു. സുഹൃത്തും നല്ലൊരു വ്യക്തിത്വത്തിനുടമയുമായ ഞങ്ങളുടെ സ്വന്തം വിഷുവിന് കേക്ക് റീൽസിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പം മായികയുടെ കേക്ക് മുറിച്ചോളൂ. ഒരു ടിഷ്യൂ പേപ്പർ ഒരു സെക്കൻഡ്. കിഷോർ പ്രദീപയുടെ നെറ്റ്വർക്ക് പറഞ്ഞില്ല. രമേശ് പിഷാരടിയുടെ പുതിയ സംരംഭം കേക്ക് റീൽസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. പ്രിയപ്പെട്ട PC ജോജി, വരൂ 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 വരൂ. പിഷാരടിയുടെ ഇങ്ങനെ ഒരു മധുരമായ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഇനി എൻ്റെ ഒരു പടം ഇറങ്ങിയപ്പോൾ ഞാൻ അതിലിത്തിരി തൂങ്ങി മരിക്കാനൊക്കെ നോക്കുന്നത് കണ്ടിട്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് പോപ്പുലറായ ഒരു വീഡിയോ വന്നു. അതുകൊണ്ട് പ്രസ്ഥാനം ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിന് വേണ്ടി പീലി ഒന്ന് വന്നോടി. വാ, നീ വന്നിട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്നൊന്ന് പറഞ്ഞേക്കും. അച്ഛൻ്റെ കേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ.